വന്നിരിക്കുക കേട്ടോ. ലല്ലുൻ്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഞാനും ഇവയും അമ്മയൊക്കെ പാടെ പോയി. ഇവൻ്റെ ആദ്യത്തെ ഓണം സെലിബ്രേഷൻ ആട്ടോ. പിന്നെ എന്താ പറയുക, ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ അമ്മോ അയ്യോ അപ്പം ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ ഓണമില്ല കേട്ടോ. അച്ഛൻ്റെ ഒരു പാപ്പ മരിച്ചുകൊണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഓണമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വർക്കുള്ള സമയത്തൊക്കെ അവിടെ ഓണം സെലിബ്രേഷൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നിന്നൊക്കെ ആഘോഷമൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യം അയ്യോ ഒന്നുമില്ലല്ലോ വിചാരിച്ചിരിക്കുമ്പോഴാണ് ലല്ലുൻ്റെ സ്കൂളിൽ പാരൻസിനൊക്കെ പാരൻസിനെയൊക്കെ ക്ഷണിച്ചുകൊണ്ടൊക്കെ ഒരു മെസ്സേജ് കേട്ടോ. അപ്പോൾ വിചാരിച്ചിരിക്കായിരുന്നു കേട്ടോ. ഇവിടെ എന്നെ വല്ലാതെ കാട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ അടിച്ച് പൊളിച്ച് വന്നു കേട്ടോ, സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാട്ടോ, സ്റ്റാർട്ടിങ് ഇങ്ങനെ ഒരു ഇൻട്രോ വീഡിയോ ഇത് പോയി വന്ന് കുത്തിരുന്നിട്ട് എടുക്കുന്ന വീഡിയോ ആട്ടോ. രാവിലെ പോകുന്നതിന് മുന്നേ എടുക്കണം എന്ന് വിചാരിച്ചു, ഇങ്ങനെ ഒരു ഇൻട്രോ പറഞ്ഞിട്ട്. പക്ഷെ അതിനൊന്നും പറ്റിയില്ല, സമയമില്ലായിരുന്നു. ലല്ലുവിന് സ്കൂളിൽ എക്സാമുണ്ട്. എക്സാം കഴിഞ്ഞിട്ടാണ് GKൻ്റെ എക്സാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഓണം സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ തിരക്കൊക്കെ പാടിയിട്ട് രാവിലെ ഒരു ഇൻട്രോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ വന്നിട്ട് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓണം സെലിബ്രേഷൻ കാണാം കേട്ടോ സ്കൂളിലത്തെ. ലല്ലു GK എക്സാം ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റ് റിവൈൻഡ് ചെയ്യുക കേട്ടോ. ആളിതങ്ങനെ പതച്ചു മൂടിയെ കുത്തിരിക്കുക, തണുക്കുണ്ട് എന്നും അങ്ങനെ തന്നെ. എപ്പോഴും രാവിലെ എണീറ്റ് വന്നാൽ ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഇതാ പുതിയ ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനാകാൻ പോവുക കേട്ടോ. ആൾ ഉറക്കത്തിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. രാത്രി നേരം വൈകിട്ട് ഉറങ്ങുക, അതിനോണ്ട് ആ ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. പിന്നെ ഇതാ ഓണത്തിന് പരിപാടിയാണ്, നമുക്ക് അടിച്ചു പൊളിക്കണം, ഞാനും കുഞ്ഞാവൊക്കെ അങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സന്തോഷം ഉണ്ട് കേട്ടോ അവൾക്ക്. അങ്ങനെ പൗഡറൊക്കെ ഇട്ട് മുടിയൊക്കെ കയറുന്ന സുന്ദര കുട്ടപ്പനാക്കുക കേട്ടോ ലല്ലുവിനെ. അപ്പോൾ ഇനി ഒരു കുറിയും കൂടി തൊട്ടാൽ ലല്ലുവിൻ്റെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ. ലല്ലു എന്നും കുറി തൊട്ടിട്ടാട്ടോ സ്കൂളിലേക്ക് പോവുക. അപ്പോൾ ലല്ലു സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. ഓന് എക്സാം ഉള്ളതുകൊണ്ട് നേരത്തെ എത്തണം. അപ്പോൾ അമ്മ അങ്ങോട്ടേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ലല്ലു പോകുമ്പോൾ തന്നെ അധിക ദിവസവും യുവമോൾ എണീക്കും കേട്ടോ. അപ്പോൾ യുവമോൾക്ക് ടാറ്റൊക്കെ കൊടുത്തിട്ട് ലല്ലു പോവാട്ടോ. അപ്പോൾ യുവമോളെ ഞാൻ വേഗം കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കാം കേട്ടോ. അമൃതപ്പൊടി ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതാ കരച്ചിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേച്ചി ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് മെല്ലെ കുറച്ച് നേരം വൈകിട്ട് അവിടെ പച്ചടി കൊടുക്കാണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അമ്മ ആദ്യം പച്ചടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മ നേരത്തെ പോയിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം വൈകിട്ട് പോയായിരിച്ച്. മോളെയും കൊണ്ടിട്ട് അധിക സമയം അവിടെ വൈകുന്നേരം വരെ ഉണ്ട്. അപ്പോൾ അത്രയും നേരം ഞാൻ ഓളെയും കൊണ്ടിട്ട് അവിടെ നിൽക്കണ്ടേ വിചാരിച്ചു ഞാൻ നേരം വൈകി പോയച്ചു. അപ്പോൾ അങ്ങനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് സുന്ദരി മണിയാക്കിയിട്ടോ. ഇത് നോക്കിയാൽ അമ്മ അടിച്ച ഡ്രസ്സാണ് കേട്ടോ. നോക്കിപ്പോൾ അവിടെയും ബ്ലൗസ് രാത്രി ഇരുന്ന് അമ്മ അടിച്ചതാണ്. അങ്ങനെ ഞാനും കൂടി മാറ്റി ഇവമോള് ഞാനും കൂടി ഓട്ടോയിലാട്ടോ സ്കൂളിലേക്ക് പോയത്. ശ്രീകുട്ടാരന് ഒഴിവില്ലേനി, ശ്രീകുട്ടാരന് വേറെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീകുട്ടാരൻ്റെ ഏട്ടനാട്ടോ, ഏട്ടനും ഓട്ടോ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഓട്ടോയിൽ ഞങ്ങൾ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഇതാ മാവിയിലൊക്കെ വന്ന് അങ്ങനെ അടിപൊളി പരിപാടിയാണ് കേട്ടോ. പൂക്കള മത്സരമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. പൂക്കളൊക്കെ അമ്മയൊക്കെ പൂവൊക്കെ ഇട്ട് ഞാൻ പിന്നെ മോളായിട്ട് എനിക്ക് എന്തായാലും കഴിയൂല മോളെ വെച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം സെറ്റാക്കി അയച്ച് നേരത്തെയൊക്കെ പോയിട്ട് അപ്പോൾ പൂക്കള മത്സരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ മാവേലിയൊക്കെ വന്ന് പിന്നെ ഇതാ ചെറിയ കുട്ടികളെ LKG കുട്ടികളതൊക്കെ ഡാൻസും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ 1ാം ക്ലാസ് 2ാം അങ്ങനെ വലിയ കുട്ടികളതൊക്കെ ആയിട്ട് ഡാൻസ് പരിപാടി, പാട്ട്, അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതെല്ലാവരും ഇരുന്ന് സദ്യയൊക്കെ കഴിച്ച് നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. ലല്ലുവിന് പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇവമോളെ കൊണ്ടിട്ട് റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ക്ലാസ് റൂമാണ് കേട്ടോ. പിന്നെ അത് ഏട്ടൻ്റെ ബെഞ്ചാണ് കേട്ടോ, ഇത് ഡെസ്ക്കാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഇത് ഭയങ്കര മഴ കേട്ടോ. ഇന്നത്തെ ദിവസം ഇതുവരെ മഴ പെയ്തില്ലേനു, ഇതിപ്പോൾ ഭയങ്കര മഴ കേട്ടോ. അങ്ങനെ നമുക്ക് സ്പെഷ്യൽ ഡേയ്സൊക്കെ വരുമ്പോൾ അന്ന് എന്നില്ലാത്ത മഴയൊക്കെ ഉണ്ടാവും. ഇത് ലല്ലുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ, സാൻവിക. അപ്പോൾ സാൻവികക്ക് മോളെ എടുക്കണമെന്ന് ഭയങ്കര പൂതി പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മടിയിൽ വെച്ചു കൊടുത്താൽ കേട്ടോ. ഓരോ കുട്ടികൾ വന്നിങ്ങനെ തോണ്ടിയൊക്കെ നോക്കണ്ടേ മോളെ. പിന്നെ ടീച്ചേഴ്സും പാരൻസും പിന്നെ കുട്ടികളൊക്കെ നല്ല വടംവലിയും പിന്നെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സമയം പോയത് തന്നെ അറിഞ്ഞില്ല. അങ്ങനെ അടിപൊളി പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ.